ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി എനർജിയാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണോട് ഒരു അട്രാക്ഷൻ തോന്നി അവരുടെ ആ ഒരു സ്നേഹവുമായി നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് എത്തിയ ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതായത് ഈ തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഡ് താഴെ പോയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. കാരണം ആ ഒരു വ്യക്തിക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ആ ഒരു തേർഡ് പാർട്ടി ചൂസ് ചെയ്ത് പോയെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു ഡിസിഷൻ എടുത്തായിരിക്കാം ആ ഒരു വ്യക്തി തേർഡ് പാർട്ടിയിലേക്ക് പോയത്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ വളരെയധികം കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതായത് ആ ഒരു തേർഡ് പാർട്ടി പറയുന്നത് അനുസരിച്ചോണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വിഡോ ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ പേരൻ്റ് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. ഈ ഒരു തേർഡ് പാർട്ടിക്ക് അവരുടെ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് ലൈഫ് ലെസൺസ് നേരിട്ടത് കൊണ്ട് തന്നെ, ഒരുപാട് എക്സ്പീരിയൻസ് ലൈഫിൽ നേരിട്ടത് കൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് വളരെയധികം സ്ട്രോങ് ആയി മാറിയ ഒരു ആളായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം കൺട്രോളിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് കാര്യങ്ങൾക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ അത്രയും നാളത്തെ ആ ഒരു സ്വപ്നങ്ങളെല്ലാം തകർത്തായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് മെൻ്റലി ഫിസിക്കലി ഒക്കെ കണക്ഷൻ ഉള്ളതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർ തമ്മിൽ അത്രയും ഡീപ്പറായിട്ടുള്ള ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രണയം ഉള്ളതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് ഈ തേർഡ് പാർട്ടിയുമായിട്ട്. അതിൻ്റെ കൺഫർമേഷനാണ് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് സോൾമേറ്റ് കണക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു കണ്ടുമുട്ടിയ സമയത്ത് തന്നെ ഇവർ തമ്മിൽ വളരെയധികം ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായത് മുൻജന്മ ബന്ധം എന്ന പോലെ ഉള്ളൊരു ഫീൽ അവർക്ക് തമ്മിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ കൈമാറാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമുക്ക് എഗെയിൻ കൺഫർമേഷനാണ് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം കൺട്രോളിംഗ് ആയിട്ടുള്ളൊരു വ്യക്തി. അപ്പം ഇത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൺ, അതായത് ഒരു സോൾമേറ്റ് കണക്ഷനാണ് അവർ തമ്മിൽ. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ വളരെയധികം കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ ഒരു തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സോ ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. കാരണം ആ ഒരു ഡെവിൽ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഫീലിങ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ പേഴ്സൺ അഡിക്റ്റ് ആണെന്നാണ് കാണുന്നത്. നമുക്ക് അവർ തമ്മിലുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അവർ തമ്മിലൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണുന്നു. അതായത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണുന്നു. അതിൻ്റെ കൺഫർമേഷനാണ് നമുക്ക് ഡെവിൽ കാർഡ് കിട്ടിയത്. ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി അവിടെ തളച്ചിട്ടേക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
ഫിസിക്കലി ആ ഒരു പേഴ്സണെ അവിടെ തളച്ചിട്ടേക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഇവിടെ തേർഡ് പാർട്ടി വളരെയധികം സ്ട്രോങ് ആണ്. ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പാസ്റ്റ് ലൈഫ് ഫ്രണ്ട് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. അതായത് ഒരു ഫ്രണ്ട് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസാണ് ഇവിടെ കാണുന്നത്. അതായത് അവർ തമ്മിൽ ഒരുപാട് നാളത്തെ പരിചയം അല്ലെങ്കിൽ കാണുമായിരിക്കാം, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടിയിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയിൽ ആ ഒരു പേഴ്സണെ തളച്ചിട്ടേക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അത് കാരണം അവർക്ക് സ്വന്തമായ ഒരു തീരുമാനം എടുത്ത് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണെതിരെ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രയും പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നത്. അത് കാരണം ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷൻ. ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളുണ്ട്, പക്ഷേ അവർ ആ ഒരു രണ്ട് സിറ്റുവേഷനെ ജഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. പക്ഷെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ അതിന് നടക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു, ഈ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണെ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഡിസിഷനിലേക്ക് പോയ ഒരു വ്യക്തിയാണ്. അതായത് പെട്ടെന്നൊരു റോങ് ചോയ്സ് സെലക്ട് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് പുതിയ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോവുക, ആ ഒരു റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അതിൻ്റെ കോൺസിക്വൻസ് ഒന്നും നോക്കില്ല, പെട്ടെന്നൊരു റോങ് ചോയ്സ് എടുത്ത് അതുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അവർ ഫാമിലിയെ ഓർക്കുന്നു, അവർ ഫാമിലിയുടെ കാര്യമൊക്കെ ഓർക്കുന്നതായിട്ട് കാണുന്നു. അത് കാരണം നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ഈ ഒരു പേഴ്സണിൻ്റെ മൈൻഡിലുണ്ട്. പക്ഷെ അത് എങ്ങനെയെന്നുള്ളതിലൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല. കാരണം ഈ ഒരു തേർഡ് പാർട്ടി അവരെ ഫിസിക്കലി അവിടെ തളച്ചിട്ടേക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഈ പേഴ്സണെ വളരെയധികം കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായൊരു തീരുമാനത്തിലേക്ക് എത്താനോ ഒരു ഫ്രീഡം ഇല്ലാത്ത അവസ്ഥയായിരിക്കാം. പക്ഷെ ആ ഒരു പേഴ്സണിൻ്റെ മൈൻഡിൽ നിങ്ങളെന്നുള്ള വ്യക്തിയുണ്ട്. അപ്പം നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുമുണ്ട്. നമുക്ക് നോക്കാം ആ ഒരു പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്. യെസ്, അവർ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതായത് എന്ത് പ്രതിസന്ധിയും എൻ്റെ മുന്നിൽ ഉണ്ടായിക്കോട്ടെ, എനിക്ക് അതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ തീരുമാനവുമായി മുന്നോട്ട് പോകും എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളുടെ പേഴ്സൺ സ്ട്രോങ് ആയിട്ട് തിങ്ക് ചെയ്യുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് എത്രയും വേഗം ഒരു ഡിസിഷൻ എടുത്ത് എത്തിച്ചേരണമെന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പേഴ്സൺ വളരെയധികം സങ്കടത്തിലാണ് കേട്ടോ. കാരണം ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്തിട്ടുള്ള കുറ്റബോധമായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു. കാരണം നിങ്ങളെ നഷ്ടമാക്കി കളഞ്ഞല്ലോ, ആ ഒരു സന്തോഷമായിരുന്നു എനിക്ക് നല്ലത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ നഷ്ടമാക്കിയതിൽ ആ ഒരു പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാത്തത്, ഞാൻ പറഞ്ഞല്ലോ അവരൊരു ക്രോസ് റോഡിലാണ്. ഒരു ഡിസിഷൻ എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും ഒരു പേഴ്സണ്. അപ്പോൾ ആ ഡിസിഷൻ എടുക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നത് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങട്ടെ, അതിനുശേഷം ഞാനൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതാണ് കാണുന്നത്. ആ ഒരു വ്യക്തി ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു.
ചിലപ്പോൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കാം അവരുടെ തെറ്റുകളെല്ലാം തന്നെ. ഞാൻ പറഞ്ഞല്ലോ, കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ആ ഒരു പേഴ്സണെ. അപ്പം ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു പേഴ്സണ്. അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടമാക്കി കളഞ്ഞല്ലോ എന്നുള്ളതിൻ്റെ ആ ഒരു വേദനയായിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് റെഡിയല്ല. സാഹചര്യം ഒത്തു വരുമ്പോൾ ആ ഒരു പേഴ്സൺ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് നൈറ്റ് ഓഫ് സോൾസ് ആണ് കിട്ടിയത്. നിങ്ങൾ തമ്മിലുള്ള ഫ്യൂച്ചർ എനർജി നോക്കട്ടെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. കാരണം അവരുടെ ഓരോ ചിന്തകളിലും നിങ്ങളെന്നുള്ള വ്യക്തിയാണ്. കാരണം നിങ്ങളെ നഷ്ടപ്പെട്ട് കളഞ്ഞല്ലോ എന്നൊക്കെയുള്ളത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഫയർ എനർജി പോലെ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പം ഫ്യൂച്ചർ എനർജിയിൽ കാണുന്നത് ആ ഒരു വ്യക്തി വളരെയധികം അവരുടെ ആ ഊർജ്ജമെല്ലാം സംഭരിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുമായിട്ട് റിയൂണിയൻ പോസിബിൾ ആണെന്നും കൂടെ നോക്കട്ടെ. ഇവിടെ റീയൂണിയൻ പോസിബിൾ ആണ്, പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെൻറ്റ് പീരീഡാണ് നടക്കുന്നത്. തെറ്റേത് ശരിയേത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ. അതായത് തെറ്റേത് ശരിയേത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ജഡ്ജ്മെൻറ്റ് പീരീഡാണ്. അതായത് ഒരു കർമ്മ കിട്ടിയതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു കർമ്മയിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കർമ്മ അവസാനിച്ചാൽ മാത്രമേ നിങ്ങളുടെ അരികിലേക്ക് ആ ഒരു വ്യക്തി പുതിയൊരാളായി തിരിച്ചു വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ റിയൂണിയൻ പോസിബിൾ ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിൽ, പക്ഷേ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുള്ള ഫീലിങ്സ് കൂടെ നോക്കാം. നമ്മളിവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നോക്കിയത്. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സങ്കടത്തിലാണ്. കാരണം ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയം. കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ വ്യക്തി തോറ്റുപോയല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ആ ഒരു വ്യക്തി. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു പോയല്ലോ, ഞാനെടുത്തൊരു റോങ് ചോയ്സ് ആയിരുന്നു എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് ഈ ഒരു പേഴ്സൺ. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരണമെന്നുള്ളത് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങളുടെ അരികിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് ഇനി എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നു. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എക്കാലവും നിലനിർത്തണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ളത് ചിന്തിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞായിരുന്നു. 7 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഇത് വളരെ സ്ലോ എനർജിയാണ്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരും ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട്. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഫീലിങ്സ് കുറച്ചുകൂടെ നോക്കാം. ആ ഒരു വ്യക്തി വളരെയധികം ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വ്യക്തി നിങ്ങളെ നഷ്ടമാക്കി കളഞ്ഞല്ലോ എന്ന് ഓർത്ത് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. വളരെയധികം ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടി ആയിരിക്കാം ഒരു ഹൃദയവേദന കൊടുത്തത്. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പെട്ടെന്ന് ഡിസിഷൻ എടുത്തതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ പോയപ്പോഴായിരിക്കാം ആ ഒരു വ്യക്തി ആ ഒരു ഡിസിഷൻ തെറ്റായിരുന്നു എന്നുള്ളൊരു ചിന്ത വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം, നമുക്ക് നൈറ്റ് ഓഫ് സോർട്സ് മുന്നേയും കിട്ടിയായിരുന്നു, എത്രയും വേഗം ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. എന്ത് പ്രതിസന്ധിയും ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു.
ഇവിടെ 8 ഓഫ് വാൻസ് പറയുന്നത് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കുന്നത്? ഈ ഒരു സമയം നിങ്ങൾ സെൽഫ് ലവിലേക്ക് മാറേണ്ടതുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ വരുന്നതെല്ലാം ഒരു ഡിവൈൻ ടൈമിലായിരിക്കാം. പക്ഷെ അതുവരെ നിങ്ങളുടെ പേഴ്സണെയും ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിങ്ങൾ മറന്നു പോകുന്നതിന് ഇടയാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് ലവിലേക്ക് മാറുക. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഒരുപാട് വേദനകൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച സിറ്റുവേഷൻസ് കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യേണ്ട സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ ഫ്യൂച്ചറിൻ്റെ ഡയറക്ഷനിലേക്ക് പോവുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പാസ്റ്റിൽ തന്നെ സ്റ്റക്കായി തുടരുകയല്ല വേണ്ടത്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം അതൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അത് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ ആ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച ആ ഒരു പാസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക ഈ ഒരു സമയം. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കേണ്ടതുണ്ട്. കാരണം എപ്പോഴും അങ്ങ് കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ക്ലൂസും കൂടി നോക്കാം. മൂവീസ് is possible, 1980, കോഴിക്കോട്, ലോങ് നെയിൽ, റെയിൻബോ, കൊല്ലം, ട്രിവാൻഡ്രം, തിരുവോണ നക്ഷത്രം, വൃശ്ചിക നക്ഷത്രം, ട്യൂസ്ഡേ, ആലപ്പുഴ, നമ്പർ 12, നമ്പർ 27, റോസ് ഫ്ലവർ, തൃശ്ശൂർ, 1978, 2023, letter B, sensitive, health issues, Abu Dhabi, തുലാം, പത്തനംതിട്ട, 1984, നമ്പർ 3, ഓഗസ്റ്റ് 1997, ബേക്കർ, ലോങ് ഹെയർ, മകരം, നമ്പർ 5, നമ്പർ 10, പൂരാട നക്ഷത്രം, വിശാഖം നക്ഷത്രം, എടവം, ജൂൺ, ബട്ടർഫ്ലൈസ്, നമ്പർ 2, നമ്പർ 20, ജാനുവരി 1988, അത്ത നക്ഷത്രം, ധനു, ചതയം, പൂരുരുട്ടാതി, 2 months, ഇമോഷണൽ, 62, നമ്പർ 45, within 48 hours, medical field, number 13, cricket, ഭരണി നക്ഷത്രം, 1976, 1986, number 6, number 18, ദുബായ്, മാംഗ്ലൂർ, letter D, letter G, ഭരണി നക്ഷത്രം, letter V, number 32, number 28, number 14, number 22, tomorrow, letter K, gardening,
മൈസൂർ, ഈഗോ, കുവൈറ്റ്, ബ്ലാക്ക്, ലെറ്റർ W. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്.